Hallelujah. Praising God for His presence among us. ദൈവ സാന്നിധ്യത്തിനായിട്ട് ഞാൻ ദൈവത്തിൻ്റെ മഹത്വം കരേറ്റുന്നു. We thank God for God's presence among us. കർത്താവിനെ ആരാധിപ്പാൻ പിന്നെയും ഏഴകളാകുന്ന നമ്മെ കർത്താവ് സഹായിച്ചല്ലോ, അനുഗ്രഹിച്ചല്ലോ, അതിനായി സ്തോത്രം ചെയ്യുന്നു. God has enabled us and blessed us to be here and able to worship Him this morning. മനോഹരമായ ദൈവവചനം ഏഞ്ചലിനിൽ കൂടെ കേൾക്കുവാൻ നമുക്ക് ഇടയായി. God has allowed us to hear the wonderful message through Angelin. ഞാൻ പറഞ്ഞപ്പോൾ ഏഞ്ചലിൻ പുറത്തോട്ട് പോവുക. Anyhow, I was really wishing that she would continue. That was such a powerful message. അത് വളരെ പവർഫുൾ ആയിട്ടൊരു മെസ്സേജ് ആയിരുന്നു. ഞാൻ അത് ആഗ്രഹിക്കുകയായിരുന്നു ഏഞ്ചലിൻ അത് കണ്ടിന്യൂ ചെയ്തെങ്കിലും. I'm so proud of our children, our young people. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ ഓർത്ത് ഞാൻ I'm very proud of them. Thank you, Angeline, for getting stuck with those three very important aspects. ആ മൂന്ന് പോയിന്റിൽ ഏഞ്ചൽ സ്റ്റക്ക് ആയാൽ I thank you. One is the most important word, cost, right? ഒന്നാമത്തേത് വില കൊടുക്കുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. രണ്ടാമത്തേത് ചോയ്സസ് that we have to make. നമ്മുടെ സെലക്ഷൻ, നമ്മുടെ ചോയ്സസിനെ കുറിച്ചാണ് രണ്ടാമത് സംസാരിക്കുന്നത്. And thirdly, the rewards that we get. അതിനുള്ള പ്രതിഫലത്തെ കുറിച്ച് മൂന്നാമത് സംസാരിക്കുന്നു. മനോഹരമായിട്ട് given ടൈമിൽ 10 മിനിറ്റിനുള്ളിൽ നിന്ന് ഏഞ്ചലിൻ ഇന്ന വചനം അറിയിച്ചു നമ്മൾ. And she mentioned those things beautifully in the 10 minutes I given her. Praise God, our church has several such very talented, gifted, passionate young people coming up for the Lord. Hallelujah. അങ്ങനെയുള്ള അനേക ചെറുപ്പക്കാർ നമ്മുടെ ചർച്ചിലുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ നമുക്ക് കർത്താവിനെ കരങ്ങൾ ഉയർത്തി ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സർവ്വ മഹത്വവും കർത്താവിന് അർപ്പിക്കാം. All glory and honor to God. ഇന്ന് നമുക്ക് ദൈവവചനത്തിലേക്ക് വീണ്ടും മടങ്ങിപ്പോകാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് നമ്മൾ പഠിച്ചും കേട്ടും കൊണ്ടിരിക്കുകയായിരുന്നു. For the many weeks we have been studying, listening from the book of Philippians. Let's go back to that passage. ക്രിസ്ത്യൻ ലിവിങ് ഇൻ എ ചേഞ്ചിങ് വേൾഡ് എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലെ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്നുള്ള ടോപ്പിക്കാണ്. 3-ാം അധ്യായം, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു. We have been thinking about in the changing world, what the responsibilities of Christians, what is our role. That is from Philippians chapter 3 verses 17 through 21. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഓഫ് എ ക്രിസ്ത്യൻ എന്നുള്ള ടോപ്പിക്കാണ്. Last week we talked about the dual citizens of Christians. ഇന്ന് നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് പോയി 21-ാമത്തെ വാക്യത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. We are moving forward. We're going to talk about verse 21 today. Two important messages from that verse. ഒന്ന്, ഇന്ന് 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്, who by the power that enables him to bring everything under his control will transform our lowly bodies so that they will be like glorious bodies. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തി കൊണ്ട്, the power that is able to bring everything under his control. അപ്പോൾ ഒരു ടോപ്പിക് ഇന്നത്തെ മെസ്സേജിന് കൊടുക്കുകയാണെങ്കിൽ ഈ ലോകം എങ്ങോട്ടാ പോകുന്നത്? Where is this world heading? So if I have to give a title, the title would be where is this world heading to? കെയോസിലേക്ക്, ഡിസോർഡറിലേക്ക്, ക്രമരാഹിത്യത്തിലേക്ക് ഒക്കെയാണോ ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്? Is this world going into chaos or disorder or lawlessness? നമ്മളിപ്പോൾ ലോകത്തെ ചുറ്റുപാടും കാണുമ്പോൾ ഒരുപാട് മാറ്റം മറിച്ചിലുകൾ നമ്മൾ കാണുന്നുണ്ട്. We see a lot of changes all around us if we observe. ഗവൺമെന്റുകൾ മാറുന്നത് നമ്മൾ കാണുന്നു. We see that governments are changing. അധികാരികൾ ഉയർന്നു വരികയും അവർ ഇല്ലാതെയാവുകയും ചെയ്യുന്നു. Authorities come up and they go down. രാജ്യങ്ങൾ തമ്മിൽ, നേഷൻസ് തമ്മിലുള്ള ഫൈറ്റ്, യുദ്ധങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. We see wars and fighting between nations. സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ച താഴ്ചകൾ എല്ലാം നമ്മൾ കാണുന്നുണ്ട്. We see prosperity in financial things and also diminishing of that. അപ്പോൾ ആളുകൾ എല്ലാം ചോദിക്കാറുണ്ട് ഈ ലോകം എങ്ങോട്ടാ പോകുന്നത്? So people commonly ask, where is this world heading to? അപ്പോൾ ഹിസ്റ്ററിയെ, ചരിത്രത്തെ നിയന്ത്രിക്കുന്നത്
ചില അധികാര വർഗങ്ങളാണ്, അധികാരികളാണ്, പ്രസിഡൻസ് ആണ്, പ്രൈം മിനിസ്റ്റേഴ്സ് ആണ്, രാജാക്കന്മാരാണ്, UN ആണ്, യുണൈറ്റഡ് നേഷൻസ് ആണെന്നൊക്കെ ഒരുപക്ഷെ ചിന്തിച്ചു പോകും അല്ലേ? We may think that the history is controlled by few people, leaders or kings or authorities, or even United Nations. അങ്ങനെയുള്ള ഒരു ലോകത്തിലേക്കാണോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? Is that where we are heading to? Is that the world that we are expecting? ആരാണ് വാസ്തവത്തിൽ ഈ ലോകത്തെ കൺട്രോൾ So ചെയ്യുന്നത്? who is in charge? Who is in controlling this world? അപ്പോസ്തലനായ പൗലോസ് നൽകുന്ന ഈ പെർസ്പെക്റ്റീവ് അത് വളരെ മനോഹരമാണ്. So Apostle Paul gives us a perspective that is beautiful. എന്താണ് പൗലോസ് പറയുന്നത്? ഈ ലോകം എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? So what is Paul saying? Where is this world headed to? ഇത് നിയന്ത്രണമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കല്ല ഈ ലോകം The പോയിക്കൊണ്ടിരിക്കുന്നത്. world is not heading to an uncontrollable situation. പ്രത്യുത ക്രിസ്തുവിന്റെ നിത്യമായ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. Rather, it is going towards a controlled environment where God is in control and the Christ is in control. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശു കർത്താവ് വരുന്നു. By that means the Lord Jesus is coming. അവൻ സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ ശക്തിയുള്ള കർത്താവാണ്. He is able and he has the authority and power to bring everything under his control. നമ്മുടെ ആശ പ്രത്യാശ എന്ന് പറയുന്ന ഇവൻച്വൽ ആയിട്ട് സാവധാനത്തിൽ കാര്യങ്ങളെല്ലാം നേരെയാകുമെന്നുള്ളതല്ല. Our hope is not that eventually everything will automatically will come into place or be in order. എന്നാൽ കാര്യങ്ങളെ എല്ലാം നേരെയാക്കുവാനായിട്ട് ഒരുവൻ വരുമെന്ന്. But there is one who is coming to bring everything in order out of chaos. ആ വരുന്ന അവന് വേണ്ടിയുള്ള വെയിറ്റിംഗില് കാത്തിരിപ്പിലായിരിക്കണം നമ്മളെന്ന്. We must be tarrying and waiting for that person to come. ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറയുന്നത് തന്നെ ഒരു വെയിറ്റിംഗ് ഫെയ്ത്ത് എന്ന, വെയിറ്റിംഗ് ഫെയ്ത്ത്, കാത്തിരിക്കുന്ന വിശ്വാസം. Christianity itself is a faith that is longing or waiting. ഞാൻ ചില കാര്യങ്ങൾ പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കും. ഒരുപാട് സമയം നമുക്കില്ല. I want to point out few things. We don't have a lot of time. എന്തിനു വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്? Why are we waiting for? ഒന്നാമത് നമ്മൾ കാത്തിരിക്കുന്ന ഒരു നിത്യമായ രാജ്യത്തിന്റെ ഉദയത്തിനായിട്ടാണ്, വരവിന് വേണ്ടിയാണ്. We are waiting for an eternal kingdom to come alive. അതിന്റെ കാര്യം നമ്മൾ നേരത്തെ 20ാമത്തെ വാക്യത്തിൽ വായിച്ചു. We read the reason for that in verse 20. എന്താ 20ാം വാക്യത്തിൽ പറയുന്നത്? What is that verse 20? നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. Our citizenship is in heaven. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വരും എന്ന് നാം കാത്തിരിക്കുന്നു. We are eagerly waiting for the Savior to come from there. So our conversation, our citizenship is in heaven. നമ്മുടെ പൗരത്വവും നമ്മുടെ സംസാരവും എല്ലാം സ്വർഗ്ഗത്തെക്കുറിച്ചാണ്. അപ്പോൾ പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നത്, ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റേതോ ഒരു രാജ്യത്തിന്റെ ഭാഗവാക്കുകളാണ്. So Paul is reminding us that even though we are residing here, we are citizens of another country. നമ്മൾ ഇവിടെയുള്ള പ്രസന്റ് സിസ്റ്റത്തിൽ അല്ല നമ്മൾ അവസാനിക്കാൻ പോകുന്നത്. We are not going to end in the present system that we are here. വേറൊരു സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. We are awaiting for another system to take over. അപ്പോൾ ഒരു ക്രിസ്ത്യാനി വാസ്തവത്തിൽ പറയുന്നത് എന്തുവാ? So what is a Christian saying? ഞാൻ ഇവിടെയാ ജീവിക്കുന്നത്, പക്ഷേ എന്റെ വീട് ഇവിടെയല്ല. Even though I am living here, my permanent home is not here. ഞാൻ ഇവിടെയാ ജോലി ചെയ്യുന്നത്, പക്ഷേ എന്റെ യജമാനൻ ഇവിടെയല്ല. I work here, but my master is not here. ഞാൻ ഇവിടെയാ എന്റെ സേവനങ്ങൾ, ആളുകളെ സേവിക്കുന്നത്, പക്ഷേ ഞാൻ ക്രിസ്തുവിന്റെ വകയാണ്. I serve others here on this earth, but I belong to Christ. ഹല്ലേലൂയ. Amen. അതാണ് ഒരു ക്രിസ്ത്യാനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പറയേണ്ടത്. And that is what a Christian should say or ought to think. അപ്പൊ നമ്മളെല്ലാവരും ഒരു നിത്യമായ രാജ്യത്തിന് വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ്, കാത്തിരിപ്പിലാണ്. So we are awaiting patiently for an eternal kingdom. മാനുഷികമായിട്ടുള്ള earthly ആയിട്ടുള്ള കിങ്ഡംസ് എന്ന് പറയുന്നത് ടെമ്പററി ആണ്, താൽക്കാലികമാണ്. Our earthly kingdoms are temporary or just for few days. ദൈവത്തിന്റെ വചനം കൂടെ ആവർത്തിച്ച് പറയുന്നുണ്ട്. The word of God often reminds us, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. The things we see are temporary, but the things that we don't see are eternal. Christ's kingdom is eternal. ദൈവരാജ്യം eternal ആയിട്ടുള്ള. ഇവിടെ ഈ ലോകത്തിൽ eternal kingdom ഇല്ല. This world does not have an eternal kingdom. എന്നാൽ ക്രിസ്തുവിന്റെ രാജ്യം നിത്യമാണ്, അവന്റെ രാജ്യത്വം നിത്യമാണ്. But the kingdom of Christ is eternal. നമ്മളിൽ ആരും ചിന്തിക്കരുത് ഈ പൊളിറ്റിക്കൽ ഇവന്റ്സ് കണ്ട്, കൾച്ചറൽ ചേഞ്ചസ് കണ്ട്
സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളോ പ്രയാസങ്ങളോ ക്രൈസിസോ ഒക്കെ കണ്ട് അല്ലെങ്കിൽ സോഷ്യൽ പ്രഷേഴ്സും ഒക്കെ കണ്ടിട്ട് നമ്മുടെ കർത്താവിൻ്റെ കൺട്രോള് കയ്യിൽ നിന്ന് പോയെന്ന് ആരും ചിന്തിക്കരുത്. Don't allow any of the political events or cultural changes or financial struggles that people going through thinking that Christ's kingdom has come to an end. ക്രിസ്ത്യൻസ് എത്ര പീഡിപ്പിക്കപ്പെട്ടാലും ഓർത്തുകൊള്ളണം, ഇതെല്ലാം ഒരു സീസൺ മാത്രമാണ്. കൺട്രോൾ എപ്പോഴും കർത്താവിന്റെ കരത്തിൽ തന്നെയാണ്. As Christians are being persecuted throughout the world, know that it is only a temporary thing. The control is still with Christ. ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഓർത്തുകൊള്ളണം, അവൻ ഇന്നും സിംഹാസനസ്ഥനാണ്. Regardless of what happens all around us, we know that he is still on the throne. നമ്മുടെ ജീവിതത്തിൽ പലതും ദൈവം അനുവദിക്കുമ്പോൾ, ഈ രാജ്യങ്ങളിൽ ചുറ്റുപാടുകളിൽ ദൈവം പലതും അനുവദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുള്ളത് കൊണ്ട് മാത്രമാണ്. When God allows things to happen in our lives and all around us, know that there is a purpose and plan for God. ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നമ്മൾ ഒരു എറ്റേണൽ കിങ്ഡത്തിന് വേണ്ടി, നിത്യമായ ഒരു രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. So when all these things happens, know that we are waiting an eternal kingdom, and that is what God has allowed us. രണ്ടാമത്തെ കാര്യം നമ്മുടെ മനസ്സിൽ വെക്കേണ്ടത്, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നോക്കിയിരിക്കുക. The second thing we need to remember is we're awaiting the second coming of Christ. നമ്മൾ ഒരു രക്ഷകനാൽ യേശുവിലൂടെയുള്ള രക്ഷയെ നമ്മൾ പ്രാപിച്ചു. And through a savior we have received the salvation. എന്നാൽ അതോടൊപ്പം തന്നെ അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കാനായിട്ട് തന്നെ പിൻപറ്റുന്നവരോട് കർത്താവ് ഉപദേശിച്ചു. And also Jesus, while he was on the earth, told his disciples to patiently wait for his coming. അപ്പം തൊട്ട് ആരംഭം തൊട്ടേ ആളുകൾ യേശുവിനെ പിൻപറ്റുന്നവർ അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. From the beginning on, for 2000 years they have been waiting for his coming. ഈ ലോകത്തിൽ നമുക്ക് ഏതെങ്കിലും പ്രത്യാശയുണ്ടെങ്കിൽ, ഒരു ആശയുണ്ടെങ്കിൽ, അത് യേശുവിന്റെ രണ്ടാമത്തെ വരവ് മാത്രമാണ്. If there is anything that gives us hope in this world, is the second coming of Christ. നമ്മുടെ ഫൈനാൻഷ്യൽ റിസോഴ്സസ് അല്ല നമ്മുടെ ആശ വെച്ചിരിക്കുന്നത്. Our hope should not be on the financial situation. നമ്മുടെ കുടുംബങ്ങളോ നമ്മുടെ കുഞ്ഞുങ്ങളോ അല്ല നമ്മുടെ ആശയുടെ കേന്ദ്രം. Our families or our children should not be our reason for hope. നമ്മുടെ നല്ല ജോലിയോ നമ്മുടെ ആരോഗ്യമോ അല്ല നമ്മുടെ ആശ വെച്ചിരിക്കുന്നത്. Your well-paid jobs or your health should not give you that hope. നമ്മുടെ ആശ വെച്ചിരിക്കുന്ന ഒറ്റ കാര്യത്തിലാണ്. Our hope should be only on one thing. അവന്റെ രണ്ടാമത്തെ വരവ്, യേശുവിന്റെ വരവ്. That should be the second coming of Christ. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ കർത്താവ് രണ്ടാമത് വരുമെന്ന്. Our Lord will come again. ഒന്നാമത്തെ വരവിനെ കുറിച്ച് 300-ലധികം പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. Regarding the first coming, there were 300 prophecies. ഓരോ പ്രവചനത്തെയും അക്ഷരികമായിട്ട്, ലിറ്ററലായിട്ട് നിറവേറ്റിക്കൊണ്ട് സ്ഥാനവും രീതികളും എല്ലാം നിറവേറ്റിക്കൊണ്ടാണ് യേശു കർത്താവ് വന്നത്. He came fulfilling over 300 prophecies regarding the place and the time and everything. യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് അതിന് ഇരട്ടിയിലധികം പ്രവചനങ്ങളുണ്ട്. Regarding the second coming, there is almost twice as many prophecies. അതെല്ലാം ഓരോന്നായി നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. All of those prophecies are being fulfilled. നമ്മുടെ കണ്ണുകൾ തുറന്ന് ചുറ്റുപാടും നോക്കിയാൽ മതി. Open your eyes and look around, you will see. നമുക്ക് കാണാം ഇതെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. And we can see that it is happening all around us. പക്ഷെ ആരംഭം മുതലേ ഇപ്പോഴും നമ്മൾ ആരും ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കായിട്ടല്ല കാത്തിരിക്കുന്നത്. None of us are waiting even from the beginning for events to happen around us. ഒരു വ്യക്തിക്കായിട്ടാണ് കാത്തിരിക്കുന്നത്. We are waiting for a person. അപ്പോൾ നമ്മുടെ കണ്ണുകൾ ഇതിന്റെ എല്ലാ മധ്യത്തിൽ ആ വ്യക്തിക്കായിട്ടുള്ള കാത്തിരിപ്പിനെ പ്രതിഫലിപ്പിക്കണം. So among all these changes that are happening, our eyes should be focused on that person. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു വെയിറ്റിംഗ് ഫെയ്ത്താ. So Christianity, faith is a waiting faith. ഞാൻ ഒരുവനെ കാത്തിരിക്കുകയാ. I am waiting eagerly for someone. തീത്തോസിന്റെ ഭാഷയിൽ ഇങ്ങനെയാ പറയുന്നത്, 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. In the language of Titus, verse 2 verse 12 we read. അവിടെ ഇങ്ങനെ പറയുന്നത്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. It teaches us to say no to ungodliness and worldly passion, to live self-controlled, upright and godly lives in his present age. അപ്പോൾ നമ്മുടെ പ്രത്യാശ എന്തുവാ? നമ്മുടെ കാത്തിരിപ്പ് എന്തിനു വേണ്ടിയാ? So what is our hope and what is our waiting for? മഹാദൈവവും നമ്മുടെ രക്ഷിതാവും കർത്താവുമായ
യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള പ്രത്യക്ഷതയ്ക്കായി നാം കാത്തിരിക്കുകയാണ്. So we are eagerly waiting for the coming of the Lord. That is what we are waiting on. നമ്മൾ എന്തിനാ കാത്തിരിക്കുന്നത്? So what are we waiting for? നിത്യമായ രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. And we are waiting for an eternal എന്തിനു kingdom. വേണ്ടിയാ കാത്തിരിക്കുന്നത്? What are we waiting for? യേശുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി We are കാത്തിരിക്കുന്നു. waiting for the second coming of Christ. മൂന്നാമത്തെ കാര്യം എന്റെ പ്രധാന വിഷയം. So the third thing is the most important. അവിടെ പറയുന്നത് എങ്ങനെയുള്ള ദിവസത്തിന് വേണ്ടിയാണ് നമ്മൾ So കാത്തിരിക്കുന്നത്? what kind of day are we waiting for? കർത്താവായ യേശു ക്രിസ്തു സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തിയുമായി വരുന്ന ഒരു ദിവസത്തെ കാത്തിരിക്കുന്നു. And we are waiting for that everything is going to be under his control, and that is the power that he is coming with. ഇത് നടക്കുമെന്നൊരു തീർച്ചയില്ല പലർക്കും, അല്ലേ? Many of us don't think that this will happen. ലോകത്തിലെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അത് നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് വിശ്വസിക്കാനോ ചിന്തിക്കാനോ പറ്റത്തില്ല ഇത് നടക്കുമെന്ന്. When the things around us are happening, that we don't believe any of this will happen. പാപത്തിന്റെ എതിർപ്പുണ്ട്, അതിന്റെ മത്സരമുണ്ട്. We are fighting against the sin and resisting against sin. പിശാചിന്റെ യുദ്ധമുണ്ട്. And we are also fighting against the enemy's നമ്മുടെ war. അവിശ്വാസം നമ്മോട് അത് നടക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Our unbelief is telling us that it's not possible. ചുറ്റുപാടുമുള്ള അനീതികളെല്ലാം അത് There പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. is injustice happening all around us. It reminds us that all the ദുഷ്ടത time. ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. Evil is multiplying around us. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഒരു സമയത്ത് ക്രിസ്തീയ രാജ്യങ്ങളെന്ന് പറയപ്പെട്ടിരുന്നവ പോലും ഇപ്പോൾ യേശുവിനെയും അവന്റെ സുവിശേഷത്തെയും ദൈവവചനത്തെയും എതിർക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുക. Even the Christian nations once proclaimed the gospel are turning against Christ and against the gospel of Christ. എന്നാൽ യേശുവിന്റെ പർപ്പസിനെ, ദൈവത്തിന്റെ ഉദ്ദേശത്തെ അസാധ്യമാക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. But no power on earth is to diminish or cancel the power of Christ. ഹല്ലേലൂയ. Hallelujah. നമ്മളതാ വിശ്വസിക്കുന്നത്. That is what we believe. നമ്മളതാണ് ഏറ്റുപറയുന്നത്. That is what we confess. നമുക്കറിയാം ദൈവത്തിന്റെ വചനത്തിന്റെ നിവൃത്തികൾ എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് അതിനെയാണ്. And all the prophecies and the fulfillment is pointing towards that. ഈ ലോകത്തിലെ ഉന്നതർക്കു മീതെ ഉള്ള ഒരു അത്യുന്നതനുണ്ട് എന്ന് നമുക്കറിയാം. We need to know there is a superior power over the powers of this world. അപ്പൊ എന്തിനു വേണ്ടിയാ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്? So what are we waiting for? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ. In Philippians chapter 2 verse 10 and 11. അവിടെ ഇങ്ങനെ വായിക്കുന്ന, അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. Brother, it says, at the name of Jesus every knee should bow in heaven and on earth and under the earth. Every tongue acknowledge that Jesus Christ is Lord, to the glory of God the Father. ഒരു ദിവസം വരാൻ പോവുകയാണ്. There is a day coming. ആ ദിവസം യേശു കർത്താവിന്റെ രാജ്യത്തിനെതിരായിട്ട് ഒരു രാജ്യം കാണുകയില്ല. There won't be any kingdom against the kingdom of God. അവന്റെ സിംഹാസനത്തിനെതിരായിട്ടുള്ള സിംഹാസനങ്ങൾ കാണുകയില്ല. There won't be a throne against the throne of his അന്ന് kingdom. അവനെതിരായിട്ടുള്ള മത്സരങ്ങൾ ഉണ്ടാവുകയില്ല. There won't be a fighting against his kingdom. പൈശാചികമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടാവുകയില്ല. There won't be any satanic oppression against that kingdom. അനീതികൾ അവസാനിക്കും. Injustice will end. പാപം കാണുകയില്ല. There won't be any more sin. എല്ലാം യേശുവിന്റെ അധികാരത്തിന് കീഴിലാകും. Everything will come under the dominion and authority of him. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise you, Father. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യേശുവിന് സകലവും കീഴ്പ്പെടുത്തുന്ന ശക്തിയെന്ന്? Why do we say he has the authority and dominion over every എങ്ങനെ നമുക്ക് power? ധൈര്യപ്പെടാൻ പറ്റും വചനപ്രകാരം? How can we understand that by the word of God? പെട്ടെന്ന് ഞാൻ മുന്നോട്ട് പോകാം. We want to go quickly. ഒന്നാമത്തെ കാര്യം, because Christ possesses the power to subdue everything. എല്ലാത്തിനെയും കീഴടക്കുവാനായിട്ടുള്ള ശക്തി യേശുവിനുണ്ട്. ഹല്ലേലൂയ. Amen. ഇത് വെറുതെ സംഭവിക്കാൻ പോകുന്നതല്ല. This is not going to happen haphazardly. എല്ലാറ്റെയും കീഴ്പ്പെടുത്തുവാൻ പോകുന്നുവെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? Do you know why? The reason why he have dominion over everything. പൗലോസ് പറയുന്നവൻ കീഴ്പ്പെടുത്തുമെന്ന് മാത്രമല്ല,
കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന, he is able, അവന് കഴിയും. Not only he is over it, he is able to bring everything under his dominion. നമ്മൾ ദിവസം തോറും ഉച്ചരിക്കേണ്ട വാക്കുകളാ ഇത്. These are the words that we need to repeat often. പ്രയാസങ്ങളുടെയും അസാധ്യതകൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന ചലഞ്ചുകൾ, വെല്ലുവിളികളുടെ നേരെ നിൽക്കുമ്പോൾ, When you facing challenges or impossibilities in your life, ഇങ്ങനെ പറഞ്ഞോണം, he is able, he is able, he is able. അവന് കഴിയുമെന്ന് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തിയുള്ളവനാണ് അവൻ. He is the one powerful to bring everything under his control and dominion. മാർട്ടിൻ ലൂതർ വളരെ നിരാശനായിട്ട് ഒരു ദിവസം തന്റെ ഓഫീസ് മുറിയിൽ ഇരിക്കുമ്പോൾ, Martin Luther was sitting depressed one day in his office. അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ കൈകൾ ഇങ്ങനെ ചലിക്കാൻ തുടങ്ങി. And without knowing, his hands were moving. അത് ഈ വാക്കുകളാണ് എഴുതിയത്. He wrote these words. അദ്ദേഹം എഴുതി, he is able, he is able, he is able. And he repeated ആയിട്ട് എഴുതി, അവന് കഴിയുമെന്ന്. ലൂതറിന് അത്ഭുതം തോന്നി, തന്റെ നിരാശ, ഡിപ്രഷൻ എവിടെ പോയെന്ന്. And Luther was amazed, his depression vanished. നമ്മുടെ മനഃശക്തി വർദ്ധിപ്പിച്ചൊന്നും അല്ല പലപ്പോഴും നമ്മൾ നമ്മുടെ നിരാശയെ നേരിടുന്നത്. We are now having self control and expanding that is now we deal with നമ്മുടെ depression. നിരാശാജനകമായ സിറ്റുവേഷൻസിനെ നേരിടാൻ ഇത് പറഞ്ഞാൽ മതി. When you are facing depressing situation, you need to repeat these words. ഇത് അഫേം ചെയ്താൽ മതി, ഇത് വിശ്വസിച്ചാൽ All മതി. you have to do is affirm, he is able. He is able, എൻ്റെ ദൈവത്തിന് കഴിയും. He is able, my God is able to do everything for me. Christ has the ability, right? ആ ക്രിസ്തുവിന് അതിനുള്ള കഴിവുണ്ട്. എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? How can we believe that? യേശു തന്നെ പറഞ്ഞു, നമ്മൾ ഇന്ന് രാവിലെയും വായിച്ചതാ. Jesus himself said, and we read that this morning. All authority in heaven and on earth are given to me. സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു. സകല അധികാരവും എന്റേതാ. All authority. അതുകൊണ്ട് ആ അധികാരത്തോടെ ഞാൻ നിങ്ങളെ അയക്കാന്ന് കർത്താവ് പറഞ്ഞു. With that authority I am sending you out. കർത്താവിന് എത്ര അധികാരമുണ്ട്? How much authority does he have? സകല അധികാരവും അവന്റെ. Every authority, all authority. അവൻ അധികാരമില്ലാത്തതായി ഒരു കാര്യവും ഈ ലോകത്തിലില്ല. There is nothing in this world that is not under his authority. ഈ പ്രപഞ്ചത്തിലൊന്നുമില്ല. In this universe there is no authority. സകല സൃഷ്ടികളെയും അവന്റെ വാക്കാൽ ഉളവാക്കിയതാണ്. And he brought everything to life by his word. ഇല്ലായ്മയെന്നുള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയതാണ്. He called everything from vanity into the existence. All authority. സകല അധികാരവും. Every authority. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മോട് തന്നെ പറയണം, നമ്മൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കണം, my God is able, my God is able. So because of that we need to repeat ourselves and say God is able, God is able in every situation. കഴിഞ്ഞ പ്രാവശ്യം ബൈബിൾ റീഡിംഗ് അസൈൻമെന്റില് ബൈബിൾ വായിച്ച് തീർത്തവർക്ക് കൊടുത്തത് കുറെ വാക്യങ്ങൾ എഴുതുന്ന എന്തോ അതിന് പറയുന്ന അത് നമ്മൾ ലൈറ്റ് ഇട്ട് വെക്കാവുന്നതാണ്. And we gave a gift to after last year's Bible reading, those who finished the Bible, we gave these gifts to them. എനിക്ക് കിട്ടിയത് സങ്കീർത്തനം 23:4 എഴുതിയ റിഫ്ലക്ടറാ. I received a reflector that Psalm 23 verse 4. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ അത് ഓൺ ചെയ്തിടും. And I turn that on, it reflects the light. എന്നിട്ട് പല പ്രാവശ്യം വാക്യത്തെ ഞാൻ നോക്കും. I look at that verse multiple times. നമുക്കറിയാം വാക്യം എന്താണെന്നല്ലേ? You know that verse. I'll fear no evil. എനിക്ക് ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. നീ എന്നോട്, എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. My Lord is with me. ഹല്ലേലൂയ. Amen. അപ്പം കർത്താവിന് കഴിയും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. And that is what we believe, he is able to help us. എഫെസ്യ ലേഖനം 1-ാം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. Ephesians chapter 1 verse 20 and 22 we read. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും. That power is the same power that exerted when he raised Christ from the dead. സ്വർഗ്ഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും. And seated him at the right hand in the heavenly realms, far above all rule and authority, power and dominion and every name that is invoked, not only in the present age but also in the one to come. 22-ാം വാക്യം, സർവ്വവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിനും മീതെ തലയാക്കി. And God placed all things under his feet and appointed him to the head over everything for the church. എത്ര അധികാരമുണ്ട്? How much authority?
സർവത്തിനും മീതെ തലയായവൻ. Authority over everything, and he is the head of that. സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവൻ. He is seated on the right hand of the Father. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും മീതെയായവൻ. And he has rule and authority over power and dominion and every name. സർവത്തിനും തലയാക്കി വെച്ച്. And he is the head of everything. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ അവന് ശക്തിയുണ്ട് കേട്ടോ. And he has the power to bring everything under his control. നമ്മുടെ ജീവിതത്തിലെ ഇംപോസിബിലിറ്റീസിനെ മാറ്റിമറിക്കാനുള്ള ശക്തി അവനുണ്ട്. And he has the authority to change the impossibilities in our life. ഹല്ലേലൂയ. Amen. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവൻ വരും സകലത്തെയും കീഴ്പ്പെടുത്തും? So why do we say he will come one day and have dominion over everything? രണ്ടാമത്തെ റീസൺ, the second reason, Christ will also subdue Satan. ആ സാത്താനെയും അവന്റെ അധികാരത്തിന്റെ കീഴിൽ കൊണ്ടുവരും. ഇപ്പം ദൈവത്തിന്റെ പ്രോഗ്രാമിനോട് എതിർത്ത് നിൽക്കുന്ന പിശാച. And he is the one against all the programs of God. ആളുകളെ ഇൻസൈറ്റ് ചെയ്യുന്നതും ഉത്സാഹിപ്പിക്കുന്നതും ഉദ്യമിപ്പിക്കുന്നതും ദൈവത്തിന് വിരോധമായിട്ട് നിർത്താൻ പ്രേരിപ്പിക്കുന്നതും എല്ലാം പിശാച. He is the one incites and encourages people to stand against God. പിശാചിനെ ഒരിക്കലും ദൈവത്തിന് ഈക്വൽ ആയിട്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടില്ല. The word of God never tells Satan to be equal to God. അവൻ ശക്തനാണ്, പക്ഷേ സർവശക്തനല്ല. Satan is powerful, but he is not all powerful. സർവശക്തൻ ഒറ്റയാളേ ഉള്ളൂ. There is only one who is all powerful. അത് നമ്മുടെ ദൈവമായ കർത്താവ് മാത്രമാണ്. And that is our Lord Jesus Christ. അപ്പോൾ ഒരു ദിവസം വരാൻ പോവുകയാണ്. There is a day coming. അവൻ പിശാചിനെ അവന്റെ കാൽ കീഴെയാക്കാൻ He is going പോവുകയാണ്. to bring Satan under his foot. ഇല്ലേ, അവൻ ഒരു ക്രിയേറ്റഡ് ബീയിങ്. ദൈവം കർത്താവ് ക്രിയേറ്റർ ആണ്. And Satan is a created being, whether our Lord is the creator. Satan is a defeated enemy, but Jesus is a victorious king. അവൻ ഒരു പരാജയപ്പെട്ട ആളാണ്, എന്നാൽ വിജയാളിയായ ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. കൊലോസ്യ ലേഖനത്തിൽ അതാ നമ്മൾ വായിക്കുന്നത്. That is what we read in Colossians. ചട്ടങ്ങളും കയ്യെഴുത്തുകളും എല്ലാം നമുക്ക് പ്രതികൂലമായിരുന്നതൊക്കെ അവൻ മായിച്ചു കളഞ്ഞ് അതിൽ ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കി കളഞ്ഞവനെ പരസ്യ കോലമാക്കി തീർത്തെന്ന് എഴുതി. It says that all the laws and things that are against us, but he removed all that. He was crucified on the cross and made a mockery for us. ഇന്ന് നമ്മൾ നിൽക്കുന്ന സ്പിരിച്വൽ ഫുൾഫിൽമെന്റിന്റെ അടിസ്ഥാനത്തിലാ. And that is the spiritual fulfillment, our foundation. എന്നാൽ അതിന്റെ ലിറ്ററൽ ഫുൾഫിൽമെന്റ് നടക്കാൻ പോകും. And that there is a literal fulfillment of that prophecy is going to come. യേശു കർത്താവ് പറഞ്ഞതുപോലെ സർവ്വലോകവും ഇന്നും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. Jesus said all the world is under the dominion of the സകല devil. സൃഷ്ടിയും മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണ്. And all these things are under the mirage of Satan. ഒരു ഞരക്കത്തോടെ കാത്തിരിക്കുകയാണ്. With a longing, with a cry. എന്നാൽ ഒരു ദിവസം വരാൻ പോവുകയാണ്. There is a day coming. പിശാചിനെ അവൻ എന്നേക്കുമായി ഇല്ലാതെയാക്കുന്ന ദിവസം. And there is a day coming, he is going to bring Satan under his control forever. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ അതാ നമ്മൾ വായിക്കുന്നത്. We read that in Revelation chapter 20. പിശാച് അൾട്ടിമേറ്റ് ആയിട്ട് ഒരിക്കലും വിജയിക്കുവാൻ അവന് കഴിയുകയില്ല. Satan cannot ultimately win forever. ഇന്ന് അവൻ അറ്റാക്ക് ചെയ്തേക്കാം. He may attack us today. ഇന്ന് നമ്മെ പരീക്ഷിച്ചേക്കാം. He may tempt us today. ഇന്ന് നമ്മെ ചതിച്ചേക്കാം. He may deceive us today. നമുക്കെതിരായിട്ട് നിന്നേക്കാം. He may come against us today. എന്നാൽ ദൈവത്തിന്റെ പർപ്പസിന് എതിരായിട്ട് നിൽപ്പാനുള്ള കഴിവ് But he is not able to stand against the purpose of God in your life. അതുകൊണ്ടാണ് യേശു കർത്താവ് പ്രത്യക്ഷമായപ്പോൾ പല പിശാചു ബാധിച്ചവരും വിളിച്ചു പറഞ്ഞത്. And that is why Jesus was on this earth. Many of the demonic possessed people cried out. അയ്യോ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, നീ സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നു. Oh, why have you come to persecute us, you son of God? ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ദണ്ഡനത്തിന്റെ ഒരു സമയം വെച്ചിട്ടുണ്ട്. We know there is a day that we are going to be persecuted. പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പൊയ്ക്കൊള്ളുവാൻ പറയുന്ന കർണകഠോരമായ ശബ്ദം വരാൻ പോകുന്നെന്ന് ഞങ്ങൾക്കറിയാം. We know we're going to hear that difficult noise that you and your Satan and his authority is going to be cast into അപ്പോൾ hell. പിശാച് എന്ന് പറയുന്ന ഒരു ഡിഫീറ്റഡ് എനിമിയാണ്. So we know Satan is a defeated enemy. അവൻ എത്രയെല്ലാം പോരാടിയാലും, regardless of how powerful he may seem, നമ്മുടെ കർത്താവിന്റെ നാമത്തിൽ, in the name of our Lord Jesus, അവന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, by the basis of his word, യേശുവിന്റെ രക്തത്താൽ, by the blood of Jesus Christ, അതിനെതിരായിട്ട് നമുക്ക് നിൽക്കാം. we can stand against him.
ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് പിശാചു വന്ന് നമ്മളോട് പറയുമ്പോൾ, So when Satan murmurs in our ear, നിനക്ക് അതിജീവിക്കുവാൻ കഴിയുകയില്ല, വിജയിക്കാൻ കഴിയുകയില്ലെന്ന് പറയുമ്പോൾ, when he says you are not able to overcome this situation, നമ്മൾ പറഞ്ഞോണം യേശു കർത്താവ് ഓൾറെഡി ഓവർകം ചെയ്തതാ. we need to remind him that Jesus has already overcome. ദൈവത്തിന്റെ പദ്ധതി നിന്നെ കുറിച്ചുള്ളത് പൂർത്തിയാകുകയില്ലെന്ന് പിശാചു പറയുമ്പോൾ, When Satan says the plan of God in your life is not going to be fulfilled, നമ്മൾ പറഞ്ഞോണം ഞാൻ യേശുവിന്റെ വിജയിച്ച യേശുവിന്റെ we need to കരത്തിലായിരിക്കുന്നത്. say that we are in the hands of the victorious Jesus. പിശാച് നമ്മളെ തോൽപ്പിച്ച് കളയുവാൻ സമ്മതിക്കരുത്. Don't allow him to defeat you. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്ന പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. And that is why the word of God stand against the devil. അവൻ നമ്മുടെ ചെവിയിൽ മന്ത്രിക്കുന്നത് കേട്ട് നമ്മൾ നിരാശരാകരുത്. Do not be depressed by the things, the lies he tells in your ear. നമ്മുടെ തകർന്നു കിടക്കുന്ന അവസ്ഥകളെ പണിയുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. He is able to bring those life that in ruins into completion. ഇന്നത്തെ നമ്മുടെ തകർച്ചകളെ ചൂണ്ടിക്കാണിച്ച് നമ്മെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാൻ പിശാചിനെ അനുവദിക്കരുത്. Don't allow the devil to point out the brokenness in your life and take you to depression. എന്റെ ജീവിതം വിജയാളിയായ കർത്താവിന്റെ കരത്തിലായിരിക്കുന്നു. My hand is in the hand of the victorious Jesus. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. നമുക്ക് നാളെക്കുറിച്ച് പ്രത്യാശിക്കുവാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ If there is a reason that we have hope for tomorrow. മൂന്നാമത്തെ കാര്യം, സകല മാനുഷിക അധികാരങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. There is a day that there is going to come, he will subdue every human authority. അതാണ് നമ്മൾ വായിച്ച ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ. And that is why we read in Philippians chapter 2 verse 10 and 11. 10 and 11. വായിക്കുന്ന ഇങ്ങനെ, അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. That is why we read the name of Jesus, every knee should bow in heaven and earth and under the earth. Every tongue acknowledge that Jesus Christ is Lord to the glory of God the Father. 10 പേര് നമ്മളെ വണങ്ങാനുണ്ടെങ്കിൽ നമ്മൾ അങ്ങ് 3-ാം സ്വർഗ്ഗത്തിൽ പോവില്ലേ? You know, if there 10 people were going to bow before us and we have been taken to the third heaven. Look at the Lord Jesus. But look at the Lord, our Lord. അവന്റെ നാമം എങ്ങനെയുള്ള നാമമാണ്? What kind of name it is? സ്വർലോകരുടെ ഭൂലോകരുടെ അധോലോകരുടെ ഒക്കെ മുഴങ്കാൽ മടങ്ങുന്ന നാമം. And there is a name in heaven and earth and under the earth. Every knee will bow before that name. എല്ലാ നാവും ഏറ്റുപറയും യേശു ക്രിസ്തു കർത്താവ്, യേശു ക്രിസ്തു കർത്താവ്. Every tongue will confess Jesus is Lord. അത് വരാൻ പോവുകയാണ്, അത് കേൾക്കാൻ പോവുകയാണ്. We are going to hear that is yet to come. എല്ലാ നാവും എന്ന് പറയുന്നല്ല, ചില നാവെന്നല്ല. It says every tongue, not some tongue. എല്ലാ അധികാരങ്ങളും എന്ന് പറയുന്നത് ചില അധികാരങ്ങളെന്നല്ല. Every authority, not some authority. എല്ലാ ദേശങ്ങളും എന്ന് പറയുന്നത് ചില ദേശങ്ങൾ എന്നല്ല. Every nation, not some nation. ഇവയെല്ലാം ഏറ്റുപറയാൻ പോകുന്ന ഒരു നാമമാണ്. All those people are going to repeat one അതെന്റെ name. യേശുവിന്റെ നാമമാണ്. That is the name of our നമ്മുടെ Lord യേശുവിന്റെ Jesus. നാമമാണ്. That is the name of our Lord Jesus. ഹല്ലേലൂയ. Hallelujah. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. We're going to say one more thing and close. നമ്മൾ വിശ്വസിക്കുന്നു സകലത്തെയും കീഴ്പ്പെടുത്തുമെന്ന്. And we believe that he will bring everything under his control. Because Christ will ultimately subdue death also. മരണത്തെയും അവൻ അവസാനം അതിജീവിക്കുമെന്ന് നമുക്കറിയാം. ഇന്നത്തെ ഹ്യൂമാനിറ്റിയുടെ മനുഷ്യന്റെ ഏറ്റവും വലിയ എനിമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ആളുകൾ ചിലപ്പോൾ ഇത് തന്നെ പറയും. And people ask what is the biggest enemy of our life? People will say it is death. എന്തുവാ? മരണം എന്ന ശത്രു. And death is our enemy, people will say. അതാണ് നമ്മൾ കൊരിന്ത്യ ലേഖനം 1-ാമത്തെ ലേഖനം അതിന്റെ 15-ാം അധ്യായത്തിൽ വായിക്കുന്നത് 25-26 വാക്യങ്ങൾ. And that's why we read in 1 Corinthians chapter 15 verse 25. അവിടെ ഇങ്ങനെ വായിക്കുന്ന, അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കോളം വാഴേണ്ടതാകുന്നു, ഒടുക്കത്തെ ശത്രുവായിട്ട് മരണവും നീങ്ങിപ്പോകും. For he must reign until he has put all his enemies under his feet. The last enemy to be destroyed is death. ഹല്ലേലൂയ. Amen. ഒടുക്കത്തെ ശത്രു
He is the last enemy. നമുക്കെല്ലാം പേടിയുള്ള ശത്രു. And it is the enemy that we all fear. നമ്മുടെ ജരാനരകൾ വർദ്ധിക്കുന്നത് കാണുമ്പോൾ പേടിയുള്ള ശത്രു. As we are getting old and the gray hairs happen, we worry about this. എഴുന്നേക്കാനും നടക്കാനും ശരീരത്തിന് ബലം കുറയുന്നെന്ന് തോന്നുമ്പോൾ നമുക്ക് പേടി വരുന്ന ഒരു ശത്രു. When your legs are feeble and you ache in pain, we worry about this enemy. ദിനംതോറും നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മെ വെല്ലുവിളിച്ച് നമ്മെ പേടിപ്പിക്കുന്ന ഒരു ശത്രു. He is the one challenging us daily in front of us, and that is the enemy. മരണം എന്ന ശത്രു. And that is the enemy who is death. അവിടെ എഴുതിയിരിക്കുക ആ ഒടുക്കത്തെ ശത്രുവിനെയും നീക്കിക്കളയാൻ പോവുകയാണ്. And it is written that even that enemy who comes against us at the end, he is going to remove. Death will be defeated. ആ മരണത്തെ ദൈവം പരാജയപ്പെടുത്തും. അപ്പോൾ നമുക്ക് വിളിച്ചു ചോദിക്കാൻ പറ്റും. And then we can ask, മരണമേ നിന്റെ വിഷം എവിടെ? Hey death, where is your sting? മരണമേ നിന്റെ വിഷമുള്ള എവിടെ? Where is your poison, O death? കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. We thank God who gives us victory over death. Hallelujah. ഹല്ലേലൂയ. എല്ലാറ്റെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതായ അത്യന്തം അപാരമായ ശക്തി. This is an unlimited resource of power that will bring everything is under control. ഞാൻ എൻ്റെ വാക്കുകളെ We are അവസാനിപ്പിക്കും. going to conclude our words. എല്ലാറ്റെയും കീഴ്പ്പെടുത്തുമ്പോൾ എല്ലാറ്റിനെയും പ്രോപ്പർ പ്ലേസിലും കർത്താവാക്കും കേട്ടോ. And not only that, he will bring everything under control, but he will put those things in its place. നമ്മൾ വായിക്കുന്നത് ഇനി ഒരിക്കൽ ഞാൻ ആകാശത്തെ മാത്രമല്ല ഭൂമിയെയും ഇളക്കും. And ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും. we read that not only the earth, I will change the heavens as well. ഇപ്പൊ എല്ലാം ഏകദേശം തകിടം മറിഞ്ഞു കിടക്കുന്നു. And everything is kind of upside down situation എല്ലാം now. സ്ഥാനം തെറ്റി കിടക്കുന്നത് പോലെ Everything തോന്നുകയാണ്. seems out of place. ഒന്നിനും ഒരു സ്ഥാനമില്ല. Everything is kind of in chaos. കുടുംബങ്ങൾ തകരാറില്ല. കുടുംബങ്ങൾ തകരാറില്ല. Even the families are in chaos. സൊസൈറ്റികൾ തകരാറില്ല. Our society is in chaos. രാജ്യങ്ങൾ തകരാറിലാണ്. When our nations are in fighting. എന്നാൽ ഇതിന്റെ എല്ലാം ഒരു പ്രോപ്പർ പ്ലേസിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഒരു But ദിവസം. there is a time coming, everything will be in order in his proper അവൻ place. വരുന്നത് എല്ലാറ്റെയും നശിപ്പിച്ചു കളയാനല്ല. He does not come to destroy everything. എല്ലാറ്റെയും അതാതിന്റെ സ്ഥാനത്ത് ദൈവത്തിന്റെ ഹിതത്തിലേക്ക് കൊണ്ടുവരാനാണ്. He wants to come and bring everything under his control and in his place. ഹല്ലേലൂയ. Hallelujah. അതാണ് നമ്മുടെ ജീവിതത്തിലും ചെയ്യാൻ പോകുന്നത്. That's what he's going to do in our lives. കർത്താവ് വരാൻ പോകുന്ന അതിനു വേണ്ടിയാണ്. That is why he's coming. തന്റെ ഹിതത്തിന് അനുസരണമായി നമ്മെ ആക്കി തീർക്കുവാൻ. To plan and create us according to his will. എല്ലാറ്റെയും പ്രോപ്പർ പ്ലേസിൽ കൊണ്ടുവരാൻ. In everything in his proper place. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രോപ്പർ പ്ലേസ് ഇല്ല എങ്കിൽ, If you are not, your life is in chaos today. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിതരാണെങ്കിൽ, If you are worried and concerned about that. ഓർത്തുകൊള്ളുക, അതാ നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കും. And that is why we are waiting for the coming of the Lord. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതായ വ്യാപാര ശക്തിയുള്ളവൻ വരാൻ പോവുകയാണ്. And the one who has the power to bring everything is under control and dominion. ഇന്ന് കിട്ടുന്ന നമ്മുടെ സൗഖ്യവും ഇന്ന് കിട്ടുന്ന ആരോഗ്യവും ഡെലിവറൻസ് എന്ന് നമ്മൾ പറയുന്നതും പ്രോസ്പെരിറ്റി എല്ലാം ജസ്റ്റ് അഡ്വാൻസ് പേയ്മെന്റ്സ് ആണ്. And all the prosperity and the deliverance and the healing that we hear receive today is just an advance payment. ഇത് അല്പം നമുക്കൊരു ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരു തിരിച്ചറിയാനായിട്ട് ഇപ്പം തരുന്നേ We ഉള്ളൂ. are only receiving a flavor of what we going to taste there today. റിയാലിറ്റി വരാൻ The പോവുകയാണ്. reality is coming. സകലത്തെയും അതാതിന്റെ സ്ഥാനത്തവനാക്കാൻ And he പോവുകയാണ്. was going to put everything in his proper place. അതാ നമ്മള് ദൈവത്തിന്റെ വചനത്തിൽ അനേക ഭാഗങ്ങൾ വായിക്കുന്നുണ്ട്. And we are reading that throughout the scripture. പിന്നെ മരണം ഉണ്ടാവുകയില്ല, There won't be any more പിന്നെ death. ദുഃഖമില്ല, There won't be any more പിന്നെ sorrow. മുറവിളിയില്ല, There won't be any more പിന്നെ crying. കണ്ണുനീരില്ല. There won't be any more tears. ദൈവം തന്നെ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു He കളയും. will wipe away all the tears from their face. നമ്മുടെ വേദനകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എല്ലാം മാറുന്ന ഒരു All ദിവസം. our sorrow and sickness, all those will be changed. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തി. The power that is able to bring everything under control. ഇന്ന് അതിനായിട്ട് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. Can we praise God for that power? നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് ആ വ്യാപാര ശക്തിക്കായിട്ട് ദൈവത്തിന്റെ സ്തോത്രം Can ചെയ്യാം. you look at the situations in your life and ask
ask that power to come into your ആ life. വ്യാപാര ശക്തിയെ നമുക്ക് ഇന്ന് രാത്രി പകൽക്കാലം ഏറ്റെടുക്കാം. Can we receive that this morning, that power that is immeasurable for അവന്റെ us? പക്കലുള്ള ശക്തി ആത്യന്തികമായിട്ടുള്ളതാ. And that power is very available to us. അത് അപരിമേയമാണ്, വർണ്ണനാതീതമാണ്. And it is beyond explanation or illustration. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന That authority that is able to bring everything കർത്താവിനോട് പറയാം, under കർത്താവേ, dominion. എനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയാതിരുന്ന അനേക സാഹചര്യങ്ങൾ എന്റെ Let ജീവിതത്തിലുണ്ട്. us ask the Lord and say, Lord, there are many things I was not able to bring it under control. നിന്റെ പക്കലുള്ള സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ശക്തിക്കായി സ്തോത്രം എന്ന് I പറയാം. thank God for the power that you have, Lord, that can bring everything under നമുക്ക് നമ്മെ submission. തന്നെ ഏൽപ്പിക്കാം, Let us surrender ourselves this morning. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. Let us submit ourselves in the hands of God. പ്രാർത്ഥിക്കാം. Let us pray. Hallelujah. Our Heavenly Father, we thank you for the word that is spoken to us, Lord. Thank you for your power that is going to bring every situation under your control. Every authority in this world, every king in this world, every dominion of this world, Lord, that you will bring into control and put it into order, Lord. Amen. That we fear death and often we fear this enemy's traps, Lord. But you have reminded us again this morning that you will also bring him under control because he is your creation. Father, help us to go with these words in our hearts and in our ringing in our mind as we leave this place. That help us to continue to rely on you, Father. The power that is never will diminish, oh God. Amen. And I thank you for enabling your servant to bring the word to us this morning. We thank you and we praise you. We honor you, Lord. In Jesus Christ, the Lord's precious name, we pray. Amen. Amen. Thank you, Sam. Thank you also for hearing us patiently, and God bless you all.